കോൺഗ്രസിനെയും RJDയെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാട്ട് പൂജയെപ്പോലും അപഹസിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസും RJDയും എത്തി. ചാട്ട് മഹോത്സവത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. കോൺഗ്രസും RJDയും തമ്മിൽ നിലനിൽക്കുന്ന ഉൾപോരിനും മോദിയുടെ വിമർശനമുണ്ട്. എണ്ണയും വെള്ളവും പോലെയാണ് ഇരു പാർട്ടികളുമെന്നും പ്രധാനമന്ത്രി ബഗുസരായിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ രാഹുൽ ഉപയോഗിച്ച വാക്കുകളിലൂടെ ഛഠ് പൂജയെ അപമാനിക്കുകയായിരുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ശ്രീകാന്ത് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി. വലിയ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഛഠ് പൂജയെ പോലും അപഹസിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? ക്ഷമിക്കണം, S നന്ദഗോപനാണ് ചേരുന്നത്. നന്ദൻ, തുടരാം. ദേവിക, അതിരൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ മുസാഫർപൂരിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് RJDക്കും കോൺഗ്രസിനുമെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തിയിരിക്കുന്നു. RJD കോൺഗ്രസ് ഭരണം എന്നുള്ളത് ജംഗിൾ രാജ് ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. അങ്ങനെ ജംഗിൾ രാജ് കാലഘട്ടത്തിൽ ഒരു ബിസിനസ്സുകാരന്, ഒരു കച്ചവടക്കാരന് ബീഹാറിൽ കച്ചവടം നടത്താൻ പോലും അവസരമുണ്ടായിരുന്നില്ല. അവിടെ ജനങ്ങൾ കച്ചവടത്തെ പിന്തുണയ്ക്കാത്തത് കൊണ്ടല്ല, മറിച്ച് RJDയും കോൺഗ്രസ് ഈ ഭരണകർത്താക്കൾ ഈ കടകൾ കൊള്ളയടിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാർ ഷോറൂമുകൾ പോലും കൊള്ളയടിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നേതാക്കൾ ഷോറൂമുകളിലേക്ക് എത്തി കാറുകൾ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഇങ്ങനെ ഒരു തരത്തിലും ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് പോലും നിലനിൽപ്പില്ലാത്ത ഒരു മണ്ണായി ബീഹാർ മാറി എന്നുള്ളതായിരുന്നു പ്രധാനമായും സൂചിപ്പിച്ചത് അദ്ദേഹം. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തെ ബീഹാറിൻ്റെ ഭരണം അത് ജനങ്ങളിൽ ആകെ മാറ്റമുണ്ടാക്കി എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നിലവിലിപ്പോൾ JDU ഭരണം, JDUവിൻ്റെയും അതേപോലെ തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഭരണം അത് സദ്ഭരണമാണ്, ജനങ്ങൾക്ക് ഹിതമായ ഭരണമാണ് നടത്തുന്നത്, ജനങ്ങളെ മാത്രം മുൻനിർത്തിയുള്ള ഭരണമാണ് നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. അതേസമയം RJD ഭരിച്ചിരുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് മുന്നിൽ തനകുലിച്ച് നിന്നവർക്ക് മാത്രം അംഗീകാരങ്ങൾ നൽകുന്ന സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ യഥാർത്ഥ അർഹരായവരിലേക്ക് അംഗീകാരങ്ങൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, ഛഠ് പൂജയെ പോലും അപമാനിക്കുവാൻ വേണ്ടി RJD കോൺഗ്രസ് സഖ്യം നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ ഛഠ് പൂജയെ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം എന്താണ് എന്നുള്ളത് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. ഈ ഛഠ് പൂജയെ അപമാനിച്ചതിലൂടെ മുഴുവൻ ബീഹാറിനെയും അപമാനിക്കുകയാണ് RJDയും കോൺഗ്രസും ചെയ്തിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ഛഠ് പൂജ എന്നുള്ളത് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി സർക്കാർ കൃത്യമായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അമിത്ഷായും ഇന്നിപ്പോൾ അവിടെ റാലി നടത്തുന്നുണ്ട്. അതായത് ബീഹാറിലെ ജഹ്സരായിൽ അമിത്ഷാ നടത്തിയ റാലിയിൽ അതിരൂക്ഷ വിമർശനങ്ങൾ RJDക്കും അതേപോലെ തന്നെ കോൺഗ്രസിനുമെതിരെ ഉയർത്തുകയുണ്ടായി. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും അപമാനിക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ്സുകാർ. അവർക്കൊപ്പമാണ് ഇപ്പോൾ RJD നിൽക്കുന്നത്. RJDയുടെ അവസ്ഥയും വിഭിന്നമല്ല. RJDയും പ്രധാനമന്ത്രിയെ അടക്കം അപമാനിക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ കഴിഞ്ഞ ദിവസം രാഹുൽ ചില വാക്കുകൾ പ്രയോഗിച്ചു. അത് യഥാർത്ഥത്തിൽ ഛഠ് പൂജയെ അപമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുകയുണ്ടായത്. രാഹുലിനും അതേപോലെ തന്നെ രാഹുലിൻ്റെ അമ്മയ്ക്കും, അതായത് പ്രിയങ്കയ്ക്കും ഛഠ് പൂജ എന്താണെന്നോ ഛഠ് പൂജയുടെ മാഹാത്മ്യം എന്താണെന്നോ അവർ തിരിച്ചറിയുന്നില്ല എന്നും അമിത്ഷാ വ്യക്തമാക്കി. ഇങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ബീഹാറിൻ്റെ മണ്ണിലെത്തി RJDക്കും കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുകയാണ്. അവിടെ ഇപ്പോൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളിൽ ഇരു നേതാക്കളും പങ്കെടുക്കുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഏതാണ്ട് 3ലധികം റാലികളിൽ പങ്കെടുക്കുന്നു. 5ലധികം റാലികളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസവും അമിത്ഷാ ബീഹാറിൽ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഈ RJDക്കും കോൺഗ്രസിനുമെതിരെ ഉയർത്തിയിരുന്നു. ദേവിക. ശരി നന്ദൻ.